മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിലെ ചരിത്രപ്രസിദ്ധ കാവ് തീണ്ടൽ പൂർത്തിയായി. ആചാരങ്ങളും വിശ്വാസവും ഇഴചേർന്ന വേറിട്ട ആഘോഷത്തിൽ പങ്കെടുക്കാൻ പതിനായിരങ്ങളാണ് ക്ഷേത്രനഗരിയിലെത്തിയത്. കാവ് തീണ്ടൽ പൂർത്തിയാക്കി മീനഭരണി ദിവസമായ ഇന്ന് അടയ്ക്കുന്ന ക്ഷേത്രം ഈ മാസം 7-ന് തുറന്ന ശേഷമാവും വീണ്ടും പൂജകൾ ആരംഭിക്കുക. കുംഭമാസത്തിലെ ഭരണിനാൾ മുതൽ ശ്രീകുരുമ്പക്കാവിലേക്ക് ഒഴുകിയെത്തിയവർ നിരവധിയാണ്. തോറ്റം പാടിയും വഴിപാട് നടത്തിയും ദേവിയെ പ്രാർത്ഥിച്ച് പലരും മടങ്ങി. എന്നാൽ കാവു തീണ്ടാനായി കാത്തിരുന്നവർ കൊടുങ്ങല്ലൂരിൽ തങ്ങി. രേവതി നാൾ മുതൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പതിനായിരങ്ങൾ ക്ഷേത്രത്തിലെത്തി തമ്പടിച്ചു. ക്ഷേത്രത്തിലെ നിത്യപൂജകൾ കഴിച്ച് ഇന്നലെ ഉച്ചയോടെ തൃച്ചന്ദന ചാർത്തും ശാക്തേയ പൂജകളും നടന്നു. ഇതിനു പിന്നാലെ കൊടുങ്ങല്ലൂരിലെ പഴയ രാജകുടുംബത്തിന്റെ പ്രതിനിധി നിലപാട് തറയിലെത്തി അനുമതി നൽകിയതോടെയാണ് പതിനായിരങ്ങൾ 3 വട്ടം ക്ഷേത്രത്തിന് വലം വെച്ച് കാവ് തീണ്ടിയത്. ദാരിക യുദ്ധവും നിഗ്രഹവും പൂർത്തിയാക്കി ഉഗ്രരൂപിണിയായി കൊടുങ്ങല്ലൂരിലെത്തിയ ഭദ്രകാളിയെ തൃപ്തിപ്പെടുത്തുന്നതിനായി ഭൂതഗണങ്ങളും ഭക്തരും നടത്തുന്ന ആചാര അനുഷ്ഠാനമാണ് കാവുതീണ്ടലെന്നാണ് സങ്കല്പം. ദ്രാവിഡ പാരമ്പര്യവും ഭക്തിയും വിശ്വാസവും എല്ലാം ഒത്തുചേരുന്ന ചടങ്ങിന് 2000 വർഷത്തോളം പഴക്കമാണ് പറയപ്പെടുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ഭക്തർ കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ വെച്ച് സ്നേഹവും സാഹോദര്യവും പുതുക്കുന്നതും കാവുതീണ്ടലിന്റെ ഭാഗമാണ്. വഴിപാടുകളും നേർച്ചകളും പൂർത്തീകരിച്ച് ഇന്ന് വിടചൊല്ലി പിരിയുന്ന ഭക്തർ സ്വന്തം ദേശങ്ങളിലേക്ക് മടങ്ങിയെത്തി ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ മീനഭരണി ഉത്സവങ്ങളിൽ പങ്കെടുക്കും. ചെമ്പട്ടണിഞ്ഞ് പള്ളിവാളുമേന്തിയ കോമരങ്ങളെല്ലാം കാവുതീണ്ടി. കാവുതീണ്ടലിന് ശേഷം ഇന്ന് ദേശങ്ങളിലേക്ക് മടക്കം. മീനഭരണി ദിവസം ദേവി പള്ളിമാടത്തിലേറും. 7-ാം നാൾ കുരുമ്പക്കാവിലമ്മ കൊടുങ്ങല്ലൂരിലേക്ക് മടങ്ങിയെത്തും. വിശ്വാസവും മിത്തും ഐതിഹ്യവും ഒത്തുചേർന്ന മറ്റൊരു അശ്വതി കാവുതീണ്ടലിനായി കാത്തിരിക്കാം. ക്യാമറമാൻ ടിവിൻ ടോമിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, കൊടുങ്ങല്ലൂർ.